രൂപയ്ക്ക് ശത്രുവിനെ മേടിക്കണം, ഫ്രീ ആയിട്ട് മേടിക്കണം. ലോകത്ത് പറയുന്നത് പണത്തിനെ റെസ്പെക്ട് ചെയ്യണം, സ്നേഹിക്കണം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൾച്ചറാണ് ഇവിടുത്തെ എന്താ പറയുക ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞിരുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ ഒരു ക്യാരക്ടർ രൂപപ്പെട്ടത് നമ്മളുടെ ചെറുപ്പത്തിലുള്ള ബ്ലൂ പ്രിന്റുകളുടെ അടിസ്ഥാനത്തിലാണ്. ഗോൾഡ് വാങ്ങുന്നത് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല ഇവിടുത്തെ സ്ത്രീകളെല്ലാം വാങ്ങുന്നത്. അവർക്കൊരു ഇമോഷണൽ കണക്റ്റാണ്. ഒരു മരത്തിലെ ഫ്രൂട്ട് എന്താണെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ റൂട്ടാണ്. ഒലിവിയ ഗ്രാമീൺ ക്രെഡിറ്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ കൃഷ്ണകുമാർ KT ഇന്ന് നമ്മളുടെ ഒപ്പമുണ്ട്. ABC മലയാളം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വീട്ടമ്മമാർക്ക് സേവിങ്സ് ഉണ്ടാവും. അത് ഈ അരിയിൽ തുടങ്ങി മടിയിൽ തുടങ്ങി കട്ടിലിൻ്റെ അടിയിൽ വരെ ഇവർക്കൊരു സേവിങ്സ് ഉണ്ടാവും. ഈ പലരുടെയും ധാരണ ഈ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ സൂക്ഷിച്ചാലേ ഒരു ആവശ്യത്തിന് എടുക്കാൻ പറ്റൂ എന്നൊക്കെയാണ്. നേരെ മറിച്ച് അതിനെ പ്രോപ്പറായി ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് നമുക്ക് ഇന്ന് ആവശ്യം, സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഇപ്പം അവരിൽ ആകെ അറിയാവുന്ന സേവിങ്സ് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ എവിടെയെങ്കിലും എടുത്തു വയ്ക്കുക എന്നുള്ളത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിന് ഉള്ള പ്രത്യേകതയാണ് റിസ്ക്. അപ്പം റിസ്ക് എത്രത്തോളം കുറയുന്നു അത്രത്തോളം പ്രോഫിറ്റ് കുറയുന്നതാണ്. റിസ്ക് എത്രത്തോളം കൂടുന്നു അത്രത്തോളം പ്രോഫിറ്റ് കൂടുന്നു. അപ്പം ആദ്യഘട്ടത്തിൽ നമുക്കൊരു റിസ്ക് കുറവുള്ള രീതിയിലേക്ക് പോകാനുള്ളത് ഞാൻ പറഞ്ഞ FD, പോസ്റ്റ് ഓഫീസിലൊക്കെ ചേരുന്നതൊക്കെ, പിന്നെ ഗോൾഡിൽ, പിന്നെയാണ് ഈ SIP പറയും, മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ റിസ്ക് കുറവെന്ന് വെച്ചാൽ ഈ ഷെയർ മാർക്കറ്റിലുള്ള പല കമ്പനികളുടെയും മിഡ് ക്യാപ്പ്, അങ്ങനെ റിസ്ക് കൂടിയ പല റിസ്ക് കുറഞ്ഞുള്ള മോഡറേറ്റ് ആയിട്ടുള്ളതുണ്ട്, ലോ റിസ്ക് ഉള്ളതുണ്ട്. ഇങ്ങനത്തെ ഫണ്ടുകളെ മുഴുവൻ എടുത്തിട്ട്, ഉദാഹരണത്തിന് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഒരു ഫ്രൂട്ട്സ് കടയിൽ ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ മുന്തിരി ഉണ്ട്, പുതിയ ഒരുപാട് ഫ്രൂട്ട്സുകൾ പുതിയതും ഇമ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പം നമ്മൾ ഇതിലത്തെ ഒരു ഫ്രൂട്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിക്കുക. നമ്മൾ ആ കടയിൽ പറയണമെങ്കിൽ ഈ ഓറഞ്ചിൽ ഞാൻ പൈസ തരാം, വിറ്റിട്ട് എനിക്ക് പ്രോഫിറ്റ് വന്നാൽ മതി. എന്തെങ്കിലും കാരണവശാൽ ഓറഞ്ചിൻ്റെ വില കുറയണമെങ്കിൽ നമുക്ക് ലോസ് വരും. അതിന് പകരം വേറൊരു ഓപ്ഷനാണ് കുറച്ച് പൈസ ഓറഞ്ചിലും കുറച്ച് പൈസ പേരക്കയിലും കുറച്ച് പൈസ മുന്തിരിയിലും കുറച്ച് പൈസ ആപ്പിളിലൊക്കെ വരുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ബാലൻസ്ഡ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാവും എവിടെയെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇന്ത്യയിലെ കൃഷിക്കാരും അങ്ങനെ തന്നെയാണ്. അവരെപ്പോഴും കൃഷി ചെയ്യുമ്പം ഇതിൻ്റെ വാഴ ഉണ്ടെങ്കിൽ അപ്പം ചീരയും ചെയ്യും, അതുപോലെ തന്നെ പച്ചമുളക്, നെല്ലൊക്കെ. എന്തെങ്കിലും കാരണവശാൽ മഴക്കാലം വന്നാൽ എന്ത് ചെയ്യും, ഈ നെല്ലൊക്കെ വെള്ളത്തിൽ മുങ്ങി കേടായിപ്പോവും. പക്ഷെ വാഴയൊക്കെ നിന്നു വരും, അല്ലെങ്കിൽ തെങ്ങ് ഉപകരിച്ചു എന്ന് വരും. നല്ല കാറ്റാണെങ്കിൽ വാഴ വീഴാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നെല്ലിന് വലിയ പ്രശ്നമില്ല എന്ന രീതിയിൽ. അപ്പം ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്യുന്ന പോലത്തെ ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പർട്ടിക്കുലർ ഷെയർ അല്ലാന്ന്, പല മേഖലയിലുള്ള കമ്പനികളുടെ ഷെയർസിന് കൂടിയിട്ട് ഒരു കോമൺ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് 1000 രൂപ മുതൽ പറ്റുന്നു. അതിന് കുറേ പൈസകളൊന്നും വേണ്ട. ഇനി ഹൈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക്. അപ്പം നമുക്ക് തോന്നുന്നു ടാറ്റ സ്റ്റീലിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം, അപ്പോൾ അത് ഗ്രോ ചെയ്യാൻ ചാൻസ് എന്ന് തോന്നിയിട്ട് അത് ചെയ്താൽ ഗംഭീരം. ചിലപ്പോൾ തോന്നുകയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ ഉള്ള ചിലത് അത് മാത്രമാണെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യത്താൽ പെട്ടെന്ന് താഴോട്ട് പോകാനും മുകളിലേക്ക് പോകാനും ഒക്കെ ചാൻസ് ഉണ്ടെന്ന് പറയും. അതെന്തും സംഭവിക്കാം, പക്ഷെ റിസ്ക് ഉണ്ട്, ബട്ട് പ്രോഫിറ്റ്. അപ്പോൾ ഭയങ്കരമായിട്ട് കയറും, പക്ഷെ അതെന്തും സംഭവിക്കാം എന്നുള്ളതാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ എല്ലാവരും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, എഡ്യൂക്കേഷനും ഹെൽത്തും ഒരിക്കലും ഡൗൺ ആവില്ല. അപ്പം അതിലൊരുപാട് പേര് എന്ത് പറഞ്ഞാലും അത് ഡൗൺ ആവില്ല എന്നായിരുന്നു ഉറപ്പ് പറഞ്ഞിരുന്നത്. പക്ഷെ കോവിഡ് വന്നപ്പോൾ ഏറ്റവും ഡൗൺ ആയത് ഈ രണ്ടുമാണ്. സ്കൂൾ അടച്ചിട്ട് 2 വർഷം അങ്ങോട്ട് അടച്ചിട്ട് പോകുന്നുണ്ട്. സ്കൂളുകളുടെ വരുമാനം നിന്നു, അവർ ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് വലിയ പ്രതിസന്ധിയിലായി. തൃശ്ശൂരൊക്കെ ഉള്ള, കൊച്ചിയിലൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ ആദ്യമൊക്കെ നമ്മുടെ ഒരു പേഷ്യൻ്റൊക്കെ അവിടെ വരണമെങ്കിൽ പരിചയക്കാർ വിളിക്കണം, റൂമൊക്കെ കിട്ടണമെങ്കിൽ. മുന്നേ കോവിഡിന് ശേഷം രോഗികളില്ല. അപ്പോൾ ഹോസ്പിറ്റലുകാർ നമ്മളെ വിളിച്ചു ചോദിക്കുക, അതെ ആരെങ്കിലും രോഗികളൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ബെഡ് വെറുതെ കിടക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ PROയും GM ഒക്കെ നമ്മളെ വിളിക്കുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ ഒരിക്കലും ഒറ്റ കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു ഇൻഡസ്ട്രി ആണെന്നുള്ള. അപ്പോൾ ഒരു മിക്സപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് നല്ലത്, റിസ്ക് കുറവിന്. അപ്പം ഈ പറയുന്ന നിങ്ങൾ എപ്പോഴും ഒരു ജോലിയിൽ നിന്നോ വരുമാനം ബിസിനസ്സിൽ നിന്നോ പൈസ കിട്ടിയാൽ ഈ പറയുന്ന നിങ്ങൾക്ക് 1 lakh വരുമാനമെങ്കിൽ ഇപ്പോൾ അതിന്ന് വീട്ടാവശ്യത്തിന് 55,000 രൂപ അതിൽ നിൽക്കണം. അതിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടി ചേർന്നിട്ടുള്ള വരുമാനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സം എടുത്തിട്ട് മാക്സിമം 55, എത്രത്തോണ്ട് കുറയ്ക്കാൻ പറ്റിയാൽ അത്രത്തോണ്ട് കുറയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് 1 കോടിയാണ് വരുമാനം, 55 ലക്ഷം എടുത്തിട്ട് നെസസിറ്റിയിൽ ഉപയോഗിക്കേണ്ടതില്ല എന്ന് മനസ്സിലായി. ദിസ് ദ മാക്സിമം ക്യാപ്പ് അതിൻ്റെ ഉള്ളിൽ. ബാക്കി 10 നിങ്ങൾ ഒരു ഭാഗത്ത് അത്യാവശ്യ കാര്യങ്ങൾക്ക് എടുത്തു വയ്ക്കുക എന്നുള്ളത്.
അപ്പം അതിന് പറയുക എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ലോങ് ടേം സേവിങ് ഫോർ സ്പെൻഡിങ് എന്ന് പറയാം, LTS എന്ന് പറയുന്നത്. അതായത് ഇപ്പം വീട്ടിൽ TV വാങ്ങണം, അതെന്ന് പറഞ്ഞാൽ എന്നും വാങ്ങുന്ന ഒരു സാധനമല്ല. ഇന്ന് വാങ്ങി 5 കൊല്ലത്തേക്ക് വാങ്ങണ്ട. ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ 10% എടുത്ത് വെച്ചെന്നാണ്. ഫ്രിഡ്ജ് വാങ്ങുന്നത്, വാഷിംഗ് മെഷീൻ വാങ്ങുന്നത്, അതെല്ലാം അതിൽ നിന്നാണ് അത് മാനേജ് ചെയ്ത് പോകേണ്ടത്. പിന്നെ മറ്റൊന്ന് പറയാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് തൊടാൻ നിൽക്കരുത്. ലെറ്റ് ഇറ്റ് ബി ഗ്രോ. അപ്പം ഈ അതിൽ ഷെയറിലൊക്കെ ഇടാകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ സമാധാനം പോവും, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാൻ തോന്നും. ഇപ്പം ഞാൻ ബാങ്കറായിട്ട് പോലും ഞാൻ അതിൽ ഒന്നും ചെയ്യാറില്ല. ഒരിക്കലും 10 lakhs 20 lakhs ഷെയറിലിട്ട് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാൻ തോന്നും. പണ്ട് പറയും പൂച്ച ഉണക്കമീൻ തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങിയ പോലെയാണ്. പൂച്ച ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നു, എന്തായി ആരെങ്കിലും എടുത്തോണോ, പിന്നെ അല്ലേ അവിടെ ഉണ്ട്, അപ്പം പൂച്ചയുടെ ഉറക്കം പോയി കിട്ടുന്നു. അതുപോലെ ഇതാകുമ്പോൾ നമ്മുടെ ഒരു ഉറക്കം സമാധാനം പോയി കിട്ടും. എന്തായാണോ, കുറഞ്ഞോ കൂടിയോ, ഇനി കുറഞ്ഞു വിചാരിക്കുക, അപ്പം നമ്മുടെ മൈൻഡ് എന്താ വരിക എന്നറിയോ, അല്ല ഇപ്പം തൊടാൻ നിൽക്കണ്ട, ചിലപ്പോൾ നാളെ മറ്റൊന്ന് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും താഴോട്ട്, അയ്യോ ഇന്നലെ എടുത്താൽ മതിയായിരുന്നു എന്നാണ് അവസാനം. ഇത് ഇനിയും താഴോട്ട് പോകും. അപ്പം അവസാനം എന്ത് ചെയ്യും, ഇപ്പം നമ്മളൊരു 10 lakh ഇട്ടു ഈ ഷെയറിൽ, ഇത് കുറഞ്ഞ് 9 ലക്ഷമായി 8.5 അപ്പോഴും നമ്മൾ അയ്യോ ഇനിയിപ്പോൾ 8.5 എടുത്താൽ നഷ്ടമാവും എന്ന് വെച്ചിട്ട് എടുക്കാണ്ടിരുന്നാൽ അവസാനം ഒരു 6.5 അവസാനം ഇനി പ്രശ്നമാവും. ഇത് എടുത്താന്ന് പറഞ്ഞിട്ട് 10 ലക്ഷത്തിൽ 6.5 3.5 ലക്ഷം ലോസായി. എന്നിട്ട് എടുത്തു. ഇതിൻ്റെ പിറ്റേ ദിവസം കൊണ്ട് അത് കയറുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ബാങ്കിൻ്റെ ഇൻ്റർനാഷണൽ ബാങ്കിങ് ഹെഡൊക്കെ ആയിരുന്നു, ട്രഷറി മാനേജ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ആളെന്നോട് പറയാം, പുള്ളി അതായത് ബാങ്കിങ്ങിൻ്റെ എക്സ്പെർട്ടുമാണ്, ട്രഷറിയുടെ ഹെഡുമാണ്, പുള്ളിക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഫുൾ അറിയാം. അപ്പോൾ ആൾ പറയും, ഞാൻ എന്താണ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ജനങ്ങൾ മുഴുവൻ നിൽക്കണേ. അപ്പം അതെന്താ, കാരണം ഞാൻ ഏത് ഷെയർ എടുത്താൽ വെച്ചാൽ അത് കുറയുന്നു. അതെ, ഇത് നമുക്ക് ഇവിടെ ഉണ്ടാവും, നമ്മുടെ ഇതില്ലേ ടോളുകള്, ഇപ്പൊ തൃശ്ശൂർ പാലിയേക്കരയുണ്ട്, പിന്നെ അരൂരൊക്കെ ഉണ്ട്. നമ്മള് ഒരു ലൈൻ വെച്ച് പിടിക്കും, ഇത് നീങ്ങും വെച്ചിട്ട്, അത് ഇവിടെ ബ്ലോക്കാവും. മറ്റെല്ലാ വരികളും മൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം ഈ വരി പിടിക്കാൻ, അന്നാണ് ഈ സൈഡ് മൂവ് ചെയ്യുന്നുണ്ടാവും. ഇതുപോലെയാണ് പല എല്ലാ ക്യൂ. ഇവൻ ബാങ്കിൽ പോയാലും ബാങ്കിൽ, അതുപോലെ മറ്റ് ഈവൻ ഇപ്പൊ ഇവിടെ ഫ്ലൈറ്റിന് പോകുമ്പോൾ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കും ഈ സെക്യൂരിറ്റി ചെക്കിങ്ങിലല്ലേ ഏതാ മൂവ് ചെയ്യണ, അല്ലെങ്കിൽ ബാഗൊക്കെ വെക്കുന്നിടത്തുനിന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റിക്കാരൻ സ്കാനറിന്റെ അവിടെ ഇനി ഇല്ലാത്ത സ്കാനിങ് ഇല്ല പുള്ളിക്ക്. അപ്പൊ വിചാരിക്കും ഇത് അപ്പുറത്ത് കൊണ്ടുവച്ചാൽ മതിയാണ്, അവിടെ എല്ലാം പോണ് കാണുന്നത്. ഇതൊരു മനുഷ്യന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം, ഇത് ഷെയറിലും സംഭവിക്കും. അപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രോഫിറ്റ് കിട്ടിയ കാര്യം മാത്രമേ ഈ ജനങ്ങൾ പറയുള്ളൂ. അവനോട് അടുത്തിരുന്ന് നല്ല അടുപ്പൊക്കെ ആയി അവൻ കരഞ്ഞുകൊണ്ട് പറയും, ഇതെന്റെ പൈസ പോയി, ഇത്ര പൈസ പോയി. അതുവരെ പറയാം, ഇന്നലെ ഞാൻ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഫോണൊക്കെ എടുത്ത് കാണിക്കുക, ഇന്നലെ കിട്ടിയ ലാഭമാണ്, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി ഇവർക്ക് ലോസും സംഭവിക്കുന്നുണ്ട്. ഇത് പലരും മിണ്ടില്ല എന്നുള്ളതാണ്. അപ്പം റിസ്ക് എടുക്കാൻ റെഡിയാണെങ്കിൽ യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഡയറക്ട്ലി ടു ദ ഷെയർസ്. ഇന്നാണെങ്കിൽ അത് വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. പിന്നെ ഗവൺമെൻറ് ഇതിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ മുകളിൽ GST കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ദെയർ ഫോക്കസ്. ഈ ആളുകൾ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രയും പണം ഇവിടെ GST ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനും ഭയങ്കര ട്രാൻസാക്ഷൻസ് അല്ലേ നടക്കണത്. പിന്നെ അത്രയും പണം മാർക്കറ്റിൽ കിടക്കല്ലേ. അപ്പം അത് ഗവൺമെൻറ് ഗുണമായതുകൊണ്ട് ദേ ആർ പ്രൊമോട്ടിങ്. എപ്പോഴും അതിനെക്കുറിച്ച് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ പ്രത്യേകത അതിൻ്റെ സൈഡിൽ എഴുതി കാണിക്കുന്ന സാധനമല്ലേ, ഇൻഷുറൻസ് എടുക്കുമ്പോഴുണ്ടാവും, ഈ പറയണ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുണ്ടാവില്ലേ, അത് പറഞ്ഞു പോണ രീതി ഉണ്ട്. ആവശ്യമില്ല കണ്ടേ അതുവരെയുള്ളത്. നിങ്ങളുടെ പൈസ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റിൽ ഇന്ന കമ്പനി ഇൻവെസ്റ്റ് ചെയ്യൂ, പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ സബ്ജക്റ്റുകൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അവയർനെസ്സിന് തരുന്ന കണ്ടന്റ് ഫാസ്റ്റ് അടിക്കും, അവയർനെസ് അല്ലാത്ത സാധനത്തിന് പതുക്കെ. അപ്പം ഇതൊക്കെ ആർക്ക് വേണ്ടി ചെയ്യണ്ട എന്നുള്ളതാണ്. ഇപ്പൊ സർക്കാർ ഇത് എന്തിനായി നിയമം വെച്ചിരിക്കണ എന്നുള്ളത് ജനങ്ങൾക്ക് ഇതിന് അവയർനെസ്, ആ ഭാഗം കട്ട് ചെയ്യുന്ന ഗവൺമെന്റ് പ്രശ്നമില്ലാണ്. അപ്പം ഇതെല്ലാം നടക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ നമുക്ക് നമ്മുടെ പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും സ്കില്ല് പഠിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ എത്ര പ്രായമായാലും ലേണിങ് നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കും. 2 രീതിയിൽ. ഒന്ന്, നമ്മുടെ കോശങ്ങൾ, നമ്മുടെ സെൽസ് പുതിയ കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം, അപ്പോഴത് ഉണർന്ന് പ്രവർത്തിക്കുള്ളൂ.
അതുകൊണ്ടല്ലേ ടൂറ് പോണത്. അതെ. നമ്മൾ ടൂറ് പോകുമ്പോൾ എന്താ പുതിയൊരു വിഷ്വൽ കാണുന്നു, അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. ആളുകളൊക്കെ വിനോദയാത്ര പോകുന്നതിന്റെ കാരണം അതാണ്. പണ്ടൊക്കെ ഇവിടെ ചുറ്റുവട്ടത്ത് പീച്ചിയോ ഫോർട്ട് കൊച്ചിയോ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ആൾക്കാർ ദുബായും US-ഉം അതുപോലെ തായ്ലാൻഡ് പല കൺട്രീസിലും പോകാൻ തുടങ്ങിയിരിക്കുന്ന കാര്യം ഇതുപോലെയാണ് ലേണിംഗ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനും സ്പെൻഡ് ചെയ്യണം. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് യെസ്, ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്. അതാണ് അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിങ്ങും തിരിച്ചറിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇൻഷുറൻസിന്റെ സെയിൽസ്മാൻ, ആളുടെ വീട്ടിൽ കുറച്ച് ഭക്ഷണം എന്താ പറയുക വലിയ അടിച്ചുപൊളി ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല വിചാരിക്കുക സാമ്പത്തികമായിട്ട്. പക്ഷെ എങ്കിൽ പോലും നല്ല ഷൂ മേടിച്ചു, നല്ലൊരു വാച്ച് മേടിച്ചു, നല്ലൊരു ഷർട്ട് മേടിച്ചാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അയാളുടെ ജോലിക്ക് ഇത് ആവശ്യമാണ്. അയാൾ വേർത്ത് കുളിച്ച് പഴയ വെള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് പോയ ആൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല. അത് സ്പെൻഡിങ് അല്ലാണ്, ഓർ എക്സ്പെൻസ് അല്ല, ഇറ്റ്സ് ഫോർ ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പല ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്ന് റിനോവേറ്റ് ചെയ്യും. അവിടെ അയ്യോ ചെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം പോകുമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ഈ സ്കില്ല് പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന് കുറച്ച് പൈസ ചിലവാക്കണം. ഇതിനൊക്കെ ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു ബിസിനസ് കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഇതെല്ലാം ഈ കറക്റ്റ് ഓർഡറിൽ പഠിപ്പിച്ചു കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടാണ് അത് ഹാബിറ്റായ. അതെന്താ കാരണം എന്ന് വെച്ചാൽ വാട്ട് എവർ വി ഹിയർ വി വിൽ ഫോർഗെറ്റ്, വാട്ട് എവർ വി സീ വി വിൽ റിമെമ്പർ, വാട്ട് എവർ വി ഡിഡ് ദാറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് എന്നാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർമ്മ നിൽക്കുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഇപ്പം ഇവിടുത്തെ ക്യാമറയോ അല്ലെങ്കിൽ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മറക്കില്ല, ഇത് മനസ്സിലാവും ഇത് എന്തിനാ ചെയ്തതെന്നൊക്കെ. സ്വന്തമായിട്ടൊരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് അറിയാം നമുക്കിത് എന്തിനാണ് ചെയ്യുന്നത്. എന്ന പോലെ സാമ്പത്തിക ഭദ്രതയും ഡിസിപ്ലിൻ ഇതിൻ്റെ ഫോർമുല ഒരിക്കലും ഇങ്ങനെ കേൾക്കുകയോ കാണുകയോ മാത്രം ചെയ്താൽ പോരാ, അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത്തരം വർക്ക്ഷോപ്പുകൾ തന്നെയുണ്ട്. ഞാൻ മലേഷ്യയിലായാലും അവിടെയൊക്കെ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് ചെയ്ത് അവിടെ വെച്ചിട്ട് റിട്രീറ്റിലൂടെ ചെയ്യാണ്. ഒരു നിശ്ചിത പൈസ എടുത്ത് കൗണ്ട് ചെയ്ത് അത് ഞാൻ സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ സ്കൂളിൽ ഇപ്പം CBSE സ്കൂളിൽ മറ്റ് സ്കൂളുകളിലൊക്കെ ഞാൻ പോയിട്ട് ഞാൻ ട്രെയിൻ ചെയ്ത് കൊടുത്തു. അപ്പം സ്കൂളിൽ ഈ കുട്ടികൾ ഇതെല്ലാം പ്രോസസ്സിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മെഡിറ്റേഷനൂടെ കണക്ട് ചെയ്താണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് കേട്ട കാര്യം നമ്മൾ മറക്കും, കണ്ട കാര്യം ഓർക്കും, ചെയ്ത കാര്യം മനസ്സിലാക്കുന്നത്. അപ്പം സ്കൂളുകളിൽ നടക്കുന്നതും മിക്കതും ചെയ്യുന്ന പ്രോസസ്സ് കുറവാണ്. എല്ലാം വായിക്കുകയാണല്ലോ, നമ്മൾ വായിക്കുന്ന പരീക്ഷ എഴുതണം. അതുകൊണ്ടാണ് കുട്ടികൾ മറന്നു പോണേ, മനപ്പാടമാക്കാണ്. അവർക്ക് പരീക്ഷ ഓർത്തവൻ ചിലപ്പോൾ പോയിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷെ അവന് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ അറിയില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് തിയറിയിൽ പോലും പഠിപ്പിക്കുന്നില്ല സാമ്പത്തിക മാനേജ്മെന്റ്, സ്കൂളിലേ ഇല്ല. അപ്പം യഥാർത്ഥത്തിൽ ആ ബേസ് ഈ പഠിക്കുന്നതൊക്കെ എന്തിനാ ജോലിക്കാണ്, ജോലിയുണ്ട് പണത്തിനാണ്. അത് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കാണ്ട് പിന്നെ ഇതെല്ലാം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടാകും. അപ്പം അവിടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് ചെയ്ത് കാണിക്കണം. ഒരു നിശ്ചിത രൂപ അവരിൽ കൊടുത്തിട്ട് ദിസ് ഇസ് യുവർ ഇൻകം. ആ ഇൻകത്തിന് ഒറിജിനൽ ക്യാഷ് തന്നെ വേണം. ഈ ക്യാഷ്, അപ്പോൾ ഈ ക്യാഷിനെ കുറിച്ചിട്ടുള്ള ബ്ലൂ പ്രിൻറ്റ്സ് ഉണ്ടല്ലോ, ആ ബ്ലൂ പ്രിൻറ്റ്സ് മനസ്സിൽ നിന്ന് കളയണം. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ക്യാരക്ടർ രൂപപ്പെട്ടത് നമ്മളുടെ ചെറുപ്പത്തിലുള്ള ബ്ലൂ പ്രിന്റുകളുടെ അടിസ്ഥാനത്തിലാണെന്ന്. അതായത് ഒരു മരത്തിലെ ഫ്രൂട്ട് എന്താണെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ റൂട്ടാണ്, അതിൻ്റെ വേരുകളാണ്. മാങ്ങ ഉണ്ടാവുന്നത് അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ വേരുകൾ മാവിൻ്റെ ആണല്ലോ. അപ്പം എന്ന പോലെ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെടണം. ഇപ്പം നമ്മൾ ഒരു തവണ പ്രേമിച്ചിട്ട് ആ പെൺകുട്ടി അവർ ആൺകുട്ടി ബ്രേക്കപ്പായി, പിന്നെ ഞാൻ അടുത്തൊരു പ്രണയം വന്ന് ഇവരെ മനസ്സിലെന്താണ്ടാവും, ഇതും ബ്രേക്കപ്പ് ആവാൻ ചാൻസ് ഉണ്ടോ എന്നൊരു പ്രിക്കോഷനിലായിരിക്കും ആളുടെ പൊതു സമീപനം. അതിന് പണ്ട് പറയും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും ഒരു സാധനം ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഡിസൈനറുടെ അടുത്തൊക്കെ പലപ്പോഴും നമ്മൾ റെഫറൻസ് കൊടുക്കില്ല. റെഫറൻസ് കൊടുത്ത് പിന്നെ അവൻ അതിനെ ബേസ് ചെയ്തിട്ടേ ചിന്തിക്കുള്ളൂ. എന്ന പോലെ അവന്റെ ഡിസൈൻ തീരെ മോശമാണെങ്കിൽ അവസാനം നമുക്ക് റെഫറൻസ് കൊടുക്കും. അതെ അതുവരേക്ക് വലിയ പ്രശ്നമാണ് ഈ റെഫറൻസ്. എന്ന പോലെ ഈ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്.
അല്ല ഈ സ്കൂളുകളിൽ കുട്ടികൾ കൊണ്ട് പൈസ കൊടുക്കും എങ്ങനെ ആ എക്സസൈസ് അതിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു വന്നത്. അതായത് ഈ ബ്ലൂ പ്രിന്റ് ഈ കുട്ടികളിലും ഉണ്ട്. പണമൊന്നുമല്ല വലുത്, പൈസ ഒരു ഇമ്പോർട്ടൻസേ ഇല്ലാണ്ടാണ് പറയുന്നത്. എന്നാൽ പണമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ഇത് പറയാണ്ട് ഇവരുടെ ഉള്ളിൽ അതാ കിടക്കണേ. അപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കുട്ടികളുടെ ഉള്ളിലത്തെ ഈ ഒരു തോട്ട്സ് മാറ്റുന്ന പ്രോസസ്സിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കും നമുക്കൊക്കെ മക്കളിൽ എന്തെങ്കിലും ചോദിച്ച ഉടനെ കൊടുക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വീട്ടിലുള്ള എന്തോ സാധനം, ഒരു പേപ്പർ കഷ്ണം കൊടുക്കുന്ന പോലെയാണ് കുട്ടികൾ ഇതിനെ കാണുന്നത്. അതിന്റെ എഫർട്ടൊന്നും അവർ അറിയുന്നില്ല. അപ്പോൾ ആ പേരന്റ് ശരിക്കും ഇവർ ജോലി സ്ഥലത്ത് കൊണ്ടുപോകണം. അതായത് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഇരുന്ന് ഇത്രയും രാപ്പകൽ പണിയെടുത്തിട്ടാണ് ഈ പൈസ കിട്ടുന്നതെന്ന് ഈ കുട്ടി മനസ്സിലാക്കണം. അപ്പോൾ സ്കൂൾ കുട്ടികൾ ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഈ ഓരോ പേരൻസിൻ്റെയും കുറിച്ച് ചോദിക്കും ഇവരോട്, നിങ്ങളുടെ അച്ഛൻ എന്താ ചെയ്യുന്നത്? അപ്പം ഇപ്പം 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളുടെ പേരൻസും 50 ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ അവിടുന്ന് ഇവർക്ക് കിട്ടിയോ ഇവൻ്റെ അച്ഛൻ ഗൾഫിലാണ്, അപ്പോൾ ഗൾഫിലുള്ള പൈസക്കാരനാന്നുള്ള ഒരു ഉദാഹരണമായിരിക്കും. മറ്റേ കുട്ടിയുടെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, വേറെ കുട്ടിയുടെ അച്ഛൻ കർഷകനാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് തന്നെ പിടികിട്ടി ഫീസെല്ലാം ഒരുപോലെയാണ് ഇവരുടെ, പക്ഷെ പ്രൊഫഷൻസ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അച്ഛൻ ഇത്രയും ഇതിന്നാണ് ഇപ്പം എനിക്ക് ഈ പൈസ തരണത്, ഇവരുടെ അച്ഛൻ ഗൾഫിൽ, ആൾക്ക് അത്ര പ്രശ്നം, അത് അറിയാതെ തന്നെ ഇവരുടെ മൈൻഡിലൊന്ന് കയറിയിട്ടുണ്ട് ജസ്റ്റ് ചോദ്യത്തിലൂടെ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് പണം നിങ്ങളുടെ വീട്ടിലെത്തുന്നത് അറിയുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫീസ് എത്രയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഫീസ് ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂളിൽ ഇപ്പോൾ എത്ര വരും? ഇപ്പോൾ ഒരു കുട്ടിയുടെ ഫീസ് ഒരു സ്കൂൾ പ്രൈവറ്റ് സ്കൂളിൽ ഇപ്പോൾ CBSE ആണെങ്കിൽ ടേം ഫീസ് ആണ് ഇപ്പം ഏകദേശം ഒരു 15,000 രൂപ തൊട്ട് 20,000 പെർ മന്ത് മിനിമം വരും. അത് തൊട്ട് ലാക്സ് വരെയും പോകുന്ന സ്കൂൾസ് ഉണ്ട്. ഒരു ഇപ്പോൾ 20,000 അല്ലെങ്കിൽ 10,000. ഇപ്പോൾ LKG ഒക്കെ കൊച്ചിയിൽ ബേസിലുള്ള ടോപ്പ് സ്കൂൾ 2016 മുതൽ LKGയുടെ അഡ്മിഷന് 1.5 lakhs ആണ് ഡൊണേഷൻസ്. ദെൻ മന്ത്ലി 6,000 വരെയുള്ളത് LKGക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൂടി അതിലും കൂടി വന്നിട്ടുണ്ട്. ദെൻ സ്കൂൾ ബസ്സിൻ്റെ വേറെ വരും, മറ്റു പൈസകൾ വരും. അപ്പോൾ ഒരു 10,000 ആണെന്ന് വിചാരിക്കും മന്ത്ലി ഒരു കുട്ടിയുടെ. ഈ 10,000 കിട്ടാൻ ഈ പാരന്റ് എത്രത്തോളം പണിയെടുക്കുന്നുണ്ടെന്ന് ഇവരെ കാലത്ത് തൊട്ട് ഇത് പറയും. എത്ര സമയം എടുത്തിട്ടാണ് ഈ പൈസ നിങ്ങളുടെ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടണേ എന്നുള്ളത്. അപ്പോൾ അവർക്ക് പതുക്കെ പതുക്കെ അറിയാതെ ഈ ഒരു സാധനം കയറും. ഇത് പാരന്റ് ഒരിക്കലും പറയുന്നില്ല. പാരന്റ് എന്താ വെച്ചാൽ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിഷമം വേണ്ട, അവൻ എന്താ വെച്ചാൽ മേടിച്ചു കൊടുത്തേക്കാം എന്ന രീതിയിലാണ് ചെയ്യണേ. പക്ഷെ ഇത് പറഞ്ഞ് അത് കഴിഞ്ഞ് ഈ പണത്തിൻ്റെ ഉപയോഗങ്ങൾ, ഈ പണം ഒരിക്കലും ഇല്ലാണ്ടായാൽ എന്താവും, അച്ഛൻ്റെ ഈ ജോലി നഷ്ടപ്പെട്ടാൽ എന്താവും എന്നൊരു സാധനം പറയാം. അപ്പം അഗെയിൻ ഇവന് കോൺഷ്യസ് ആയി പൈസയെക്കുറിച്ച്. ശരിയാണല്ലോ, അപ്പം ഞാൻ പൈസയെ കുറിച്ചിട്ട്, കാരണം ഈ കുട്ടി എന്തൊക്കെയോ പറഞ്ഞ് വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ ഡ്രഗ്സിലേക്ക് എത്തണേ? ഈ പണത്തിൻ്റെ മൂല്യം അറിയാത്തതുകൊണ്ടാണ് കുട്ടി അച്ഛനോട് അമ്മയോടൊക്കെ നുണ പറഞ്ഞ് പൈസ മേടിച്ച് ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങണം. കാരണം ഇവന് ചോദിക്കുമ്പോൾ പൈസ കയറുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവരുടെ മൈൻഡിലേക്ക് ഈ പണത്തിൻ്റെ മൂല്യവും ഇതിൻ്റെ എഫേർട്ടും അച്ഛൻ്റെ അമ്മയുടെയും ഈ അധ്വാനത്തിൻ്റെ ഒക്കെ വാല്യൂ ഒരു 2 മണിക്കൂറിലേക്ക് കയറും. അതിനുശേഷം പിന്നെ ഈ പണത്തെ സ്നേഹിക്കാൻ പറയാണ്. നമുക്ക് ഏറ്റവും വേണ്ട സാധനം പണമാണ് ജീവിക്കാൻ. ഇതിനെ നമ്മൾ സ്നേഹിക്കാറില്ലല്ലോ. സ്നേഹിക്കാൻ പറഞ്ഞാൽ മനസ്സിന് ശരിക്കും പറഞ്ഞാൽ പണമായിട്ട് അങ്ങനെ ലിങ്ക്ഡ് അല്ല. പൈസ ആവശ്യമാണ്, പക്ഷെ നമുക്ക് അതിനോടൊരു അടുപ്പൊന്നുമില്ല. സ്വർണത്തോട് പിന്നെയും ചിലപ്പോൾ അടുപ്പം കാണിച്ചു, ഇങ്ങനെയൊക്കെ വെച്ച് നോക്കും, കെട്ടു നോക്കിയാൽ കയ്യിൽ ധരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. ഈവൻ ഡ്രസ്സാണെങ്കിൽ നമ്മൾ മേലിൽ വെച്ച് നോക്കുന്നുണ്ട്. ഇതൊക്കെ വാങ്ങാനുള്ള സാധനം പൈസ ഇതവിടെ കൊണ്ട് ചുമ്മാ. അപ്പം ലോകത്ത് പറയുന്നത് പണത്തിനെ റെസ്പെക്ട് ചെയ്യണം, സ്നേഹിക്കണം എന്നാണ്. അപ്പം ഇതിൻ്റെ ഒരു കൾച്ചറാണ് ഇവിടുത്തെ എന്താ പറയുക ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനെ നമ്മളൊരു എന്താ പറയുക ജാതിയോ മതത്തിൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അതൊക്കെ ആൾക്കാർ വിട്ടത്. പക്ഷെ ഈ പറയണ ഞാൻ വിദേശത്ത് പോയി പഠിക്കുന്ന കോഴ്സിൽ പറഞ്ഞ് വി ഷുഡ് റെസ്പെക്ട് ദ മണി എന്നുള്ളതാണ്, പണത്തെ ഉപയോഗിക്കുന്നതിലൊക്കെ. അപ്പം അങ്ങനെ അവരെ ആ പണത്തെ കൈ പിടിച്ചുകൊണ്ട് ഫിസിക്കലി, ഡിജിറ്റലി അല്ല, ഫിസിക്കലി ഉള്ള പണം വെച്ച് അത് ഫീൽ ചെയ്യണം. ദേ ഷുഡ് കൗണ്ട് ദ മണി. ഇപ്പോൾ ഒരു 100 രൂപ കൊടുത്തിട്ടെങ്കിൽ ആ 100 രൂപേനെ ഇവരെ കൗണ്ട് ചെയ്യിപ്പിക്കുകയാണ്. 10, 10, 5, 50 ആക്കിയിട്ടുള്ളത്. ദെൻ ആസ്വദിക്കണം അതിനെ. ഇങ്ങനെ ആസ്വദിക്കുന്ന പ്രോസസ്സിലൂടെ ആ അറ്റാച്ച്മെൻ്റ് അറിയാതെ വരും. ആ വന്നതിന് ശേഷം ഇതിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇത് ഇന്ന ആവശ്യങ്ങൾക്കായിട്ട് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കണേ. ഫുൾ ആംബിയൻസിനെ മാറ്റും നമ്മൾ. ഒരു ഡാർക്ക് സിറ്റുവേഷൻ കൊണ്ടുവന്ന്
ഒരു വിളക്ക് കത്തിച്ചിട്ടോ മെഴുകുതിരി കത്തിച്ചിട്ടോ ഒരു പ്രകാശത്തിന്റെ പ്രോസസ്സിലൂടെ കൊണ്ടുവരുമ്പോൾ ഇവര് അതാ പറഞ്ഞ നമ്മൾ കാര്യം ചെയ്താൽ അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ പ്രോസസ്സിലൂടെ കൊണ്ടുവന്ന് ഞാൻ ഇത്ര രൂപ ഇതിന് ചെലവാക്കും എന്നുള്ള ഡിസിഷൻ അതിലേക്ക് കൊണ്ടുവരിക. നേരത്തെ നമ്മൾ ഭക്ഷണം ചെയ്യുമ്പോൾ ഇത്ര ഉപ്പിടുള്ളൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് ഗവർണർ വന്ന് പറഞ്ഞാലും പ്രൈം മിനിസ്റ്റർ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ കൂട്ടില്ലല്ലോ. ഇത് ആ ബ്രേക്ക് അതന്നെ, അത് പോലീസ് എന്ന് പറഞ്ഞാലും അത് നമ്മൾ മാറ്റില്ല. മറ്റൊരു കാര്യമാണ് ഹാബിറ്റിന്റെ വേറെ ഒന്നാണ്. ഇപ്പം ചില വീട്ടിൽ എണീറ്റൂറിന്റെ കട്ടൻ ചായ കുടിക്കുന്നവരുണ്ട്, അതായത് പല്ലും തേക്കാണ്ട്. ഇപ്പൊ ചില വീട്ടിൽ അങ്ങനെയല്ല. ഇപ്പൊ എൻ്റെ അമ്മയൊന്നും ഒരിക്കലും സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ ഈ പല്ല് തേക്കാണ്ട ഒരു സാധനവും നമ്മൾ കഴിക്കില്ല എന്നുള്ളത്. അതായത് അത് ആരും പേടിച്ചിട്ടല്ല, അത് ഹാബിറ്റായിരുന്നു. അതിന് ബ്രേക്ക് ചെയ്യാൻ ബ്രെയിൻ ഹാബിറ്റുകൾ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് പ്രോസസ്സിലൂടെ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്ന പോലെ ഇത് ഒരു ഹാബിറ്റ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. ഈ കാൽക്കുലേഷൻസ് ഇവർ ചെയ്തിട്ട് ഒരു കവറിലൊക്കെ ഇട്ട് വയ്ക്കും. ഇത് ഇന്നതിനാണ്, ഇത് ഇന്നതിനാണ്, ഇത് ഇന്ന കാര്യത്തിനാണ്, ഇത് ഞാൻ പാവങ്ങളെ സഹായിക്കാനാണ് എന്ന് വെറുതെ ഒരു ഒരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഇത് ചെയ്തിട്ട് അത് അങ്ങനെ എടുത്തു വയ്ക്കുന്നതോടുകൂടി ഇവരിൽ ആ സാധനം ഇങ്ങനെ എന്നും ഓർമ്മിച്ചുകൊണ്ടിരിക്കും, ഞാനിത് ഇങ്ങനെ ചെയ്യാവൂ എന്നുള്ളത്. അപ്പൊ ഇതിനുള്ള പണം കുട്ടികൾ കൊണ്ടുവരാൻ പറയും. മാത്രമല്ല ഇപ്പം നമുക്കൊക്കെ ഉണ്ടാവും, നമ്മൾ പറയാതെ ഒരാളുടെ കാലിൽ തട്ടി, എന്നാലും നമ്മൾ അറിയാണ്ട് എങ്ങനെ ചെയ്യുമല്ലോ. അതൊരു ഹാബിറ്റാണ്. അത് നമ്മൾ എവിടെ പോയാലും ചെയ്യുന്നു. ഈ ഹാബിറ്റായി മാറുന്നത് ഇവർക്കത് അങ്ങനെ തട്ടിക്കളയാൻ പറ്റില്ല. അവരാ ആ ബ്രെയിൻ അവിടെ പിടിച്ചു നിർത്തും. അയ്യോ ഈ പൈസ എങ്ങനെ ചിലവാക്കാം, ഇത് ഇങ്ങനെ എടുത്തു വെച്ചാൽ മതിയാവുന്നുള്ളത്. ഇപ്പൊ നമുക്ക് ആ എടുത്തു വയ്ക്കലില്ല, എടുത്തു വെക്കണേ ഇല്ല എന്നാലും. ഇനി എന്താ മേടിക്കാൻ പറ്റുന്ന നാട്ടിൽ നിന്നുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് പറയും ഇത് ഇങ്ങനെ എടുത്തു വെച്ചാൽ അങ്ങനെ. അതിന് വേറെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നതാണ്, ഒരു തവണ ഇപ്പം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ഉപയോഗിക്കുന്നവരാണ്. അപ്പം മുമ്പൊക്കെ നമ്മുടെ ധാരണ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ സ്ക്രീനിൽ ഇങ്ങനെ കാണുകയാണല്ലോ, ഇതിങ്ങനെ റിബൺ പോലെ താഴോട്ട് കിടക്കാന്നാണ് നമ്മുടെ ധാരണ. അതനുസരിച്ച് ഈ വരുന്നതെന്നാ ഓർഡറിൽ. അതായത് നമ്മൾ കാണുന്ന വീഡിയോ ഒക്കെ താഴോട്ട് ഇങ്ങനെ മുന്നേ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കാണുന്നതല്ല. ഇവിടത്തെയും കഴിഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അത് ഇത് രണ്ടും കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തരണേ. അപ്പം നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് നമ്മൾ അട്രാക്ട് ചെയ്യും. ഇത് മനസ്സിലാക്കിയിട്ടാണ് യൂട്യൂബും ഫേസ്ബുക്കിൽ അല്ല മെറ്റ എല്ലാവരും അത് അൽഗോരിതം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു വിചാരിക്കാം. നിങ്ങൾ പോണ വഴിയിലൊക്കെ സ്ഥലം വിൽപ്പനയ്ക്ക് എന്നുള്ള ബോർഡ് കാണാം. അത് പണ്ടുണ്ട്, പക്ഷെ വാങ്ങാൻ ആലോചിച്ചാൽ പിന്നെയാണ് അത് കാണാൻ തുടങ്ങി. ഇനി നമ്മളൊരു പർട്ടിക്കുലർ സാധനം വാങ്ങാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു കാറ് എത്ര പേർക്ക് ഉണ്ടാവും എക്സ്പീരിയൻസ്. അതേ കാറ് പിന്നെ അവിടെ കാണാം, കല്യാണ വീട്ടിൽ പോയപ്പോൾ അവിടെ കാണാം, പാർക്ക് സിനിമയ്ക്ക് പോയപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച വണ്ടി ഇതാണ് കേട്ടാന്ന് പറഞ്ഞാൽ ആ വണ്ടി പണ്ടും ഇവിടെ വരാറുണ്ടാവും, ബട്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തില്ല എന്ന്. ഈ സേവിങ് സ്വഭാവം ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സേവിങ് സ്വഭാവം അട്രാക്ട് ചെയ്യപ്പെടും. സേവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി തുടങ്ങും. സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അകലും അറിയാതെ. അത് പണം സേവ് ചെയ്ത് ശീലിച്ചു തുടങ്ങിയാൽ സമയം സേവ് ചെയ്യും. നമ്മുടെ പ്രവൃത്തി ഏത് രീതിയിൽ ചെയ്താൽ ഏറ്റവും കുറച്ച് സമയത്തിനത് അല്ലെ എല്ലാത്തിലേക്കും അത് വ്യാപിക്കും. തീർച്ചയായിട്ടും. പിന്നെ മറ്റൊന്ന് കടം കൊടുക്കലും കടം വാങ്ങലാണ്. ഇപ്പം എന്നോട് ഭയങ്കരമായിട്ടുള്ള എനിമിറ്റീസ് ഉണ്ട് ഒരുപാട് പേർക്ക്. മുന്നേ അങ്ങനെയല്ലായിരുന്നു. മുന്നേ ഇപ്പോൾ ഗോവിന്ദൻകുട്ടിയേട്ടൻ എന്നോട് പരിചയപ്പെട്ടു, ആളെ ചോദിക്കുകയാണ് കടം എന്തെങ്കിലും ആവശ്യത്തിന്. സ്വാർത്ഥ നിങ്ങൾ വലിയ ബാങ്കും സംവിധാനമൊക്കെയാണല്ലോ, അപ്പം എനിക്കൊരു തൽക്കാലം അത്യാവശ്യമായിട്ട് 1 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എൻ്റെ ഇല്ലെങ്കിലും പോയി കടം മേടിച്ചിട്ട് നിങ്ങൾക്ക് തരും. എനിക്കൊരു സന്തോഷം, ഞാൻ ഗോവിന്ദൻകുട്ടിയേട്ടന് പൈസ കൊടുത്തു. അപ്പോൾ ആളുടെ മുമ്പിൽ വലിയ ആളൊക്കെ ആയിട്ട് നടക്കാന്നുള്ള പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഇതാണ് എൻ്റെ സന്തോഷം. ആളുടെ ഞാൻ പൈസ കൊടുത്തു, ഞാൻ ഇവിടെയൊക്കെ സഹായിക്കണ ആളാന്ന് 4 ആൾ അറിയണം. ഞാൻ ചിലപ്പോൾ വീട് പണയം വെച്ചിട്ടോ ഈ പണി ചെയ്തിട്ടുണ്ടാവുക, എന്നാലും കടം കൊടുക്കുക എന്നുള്ളത്. പിന്നെ ചോദിച്ച നോ പറയാനുള്ളൊരു മടി, അതില്ലേ ഇങ്ങനെ നമ്മളോട് നോ പറയുന്നുള്ളത്. അപ്പം നമ്മുടെ 2 കാരണങ്ങളാണ് നമ്മൾ നോ പറയാത്ത. ഒന്ന്, എങ്ങനെ ഇപ്പം അവനോട് പറയാ. പക്ഷെ രണ്ടാമത്തെ, ഇനി എനിക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഇതിനോട് ചോദിക്കേണ്ടി വന്നാലോ എന്നുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അതിന് പ്രേരണയ്ക്കും അല്ലേ. ഇപ്പം ഇവന് കൊടുത്തേക്കാം, പിന്നീട് ആവശ്യം വരുമ്പോൾ നമുക്ക് അവൻ്റെ ഒന്ന് മേടിക്കാമല്ലോ എന്ന് കരുതും. പക്ഷെ ഒന്ന് കൊടുത്താൽ കിട്ടില്ല എന്നുള്ളത്. അപ്പം കടം കൊടുക്കൽ നിർത്തുക എന്നുള്ളത്. അപ്പം നോ പറയാൻ ഒരു മടിയും വേണ്ട.
അപ്പം ഇപ്പം എന്നോട് പലപ്പോഴും അപ്പം അങ്ങനെ ശത്രുതയാവില്ല. ഇപ്പം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് അത്യാവശ്യമായിട്ട് പൈസ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് കഷ്ടപ്പെട്ട് രാപ്പകൽ അധ്വാനിച്ച പൈസ എന്നാണ് എടുത്ത് കൊടുക്കുന്നത്, അവൻ തിരിച്ചു തന്നില്ലെങ്കിലോ? അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കുക വെച്ചിട്ട് കൊടുത്തു. അപ്പം ഉദാഹരണത്തിന് നിങ്ങൾ 25,000 രൂപ ഒരാൾക്ക് കടം കൊടുത്തു, ആളുടെ ഒരു അത്യാവശ്യം വന്നപ്പോൾ, അതായത് ഇനി ഇവനായിട്ട് ശത്രുതയാവണ്ട, ആ ബന്ധം പോണ്ട വെച്ചിട്ട് കൊടുത്തു, ആൾ തന്നില്ലെങ്കിലോ? വാട്ട് യു ഫീൽ? നമ്മളൊന്നും കൂടെ ചോദിക്കും. പിന്നെ ആൾ ഫോൺ എടുക്കാതെയാവും. പിന്നെ അതൊരു പിന്നെ നമ്മളെ കണ്ടാവൻ എങ്ങനെ മാറി നടക്കാൻ ശ്രമിക്കും, ഇല്ലേ? അപ്പൊ ഒരു ശത്രു ആയല്ലോ. ഇനി കൊടുക്കാതിരുന്നു വിചാരിക്കുക, അപ്പോഴും ശത്രു തന്നെയാവും. അപ്പൊ 25,000 രൂപയ്ക്ക് ശത്രുവിനെ മേടിക്കണം, ഫ്രീ ആയിട്ട് മേടിക്കണം. ഏതാ ബെസ്റ്റ് എന്ന് ചോദിക്കുന്നത്? സൗജന്യമായിട്ട് കിട്ടുന്നത്. ഈ സൗജന്യമായി കിട്ടിയ ശത്രു അധികാരം നിൽക്കില്ല, പേൻ തീർന്നോളും. മറ്റേ 25,000 ശത്രു ലോങ് ടൈം നിൽക്കും. കാരണം രണ്ടുപേരും ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഇത് പറയും, നീ ആവാൻ പൈസയും മേടിച്ച് തന്നില്ല എന്ന് പറയാം. അപ്പൊ ഉടനെ, ഓ നിന്റെ അടുത്ത് പൈസ മേടിച്ച് തന്നില്ല നീ നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുക അല്ലേ? നമ്മൾ പറഞ്ഞത് ഒരാളോടായിരിക്കും, നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം വരും. അപ്പം ഒന്ന് കടം കൊടുക്കൽ സ്റ്റോപ്പ് ചെയ്താൽ തന്നെ, അപ്പം എനിക്ക് ഇന്നലെ ഇതിങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് കടം വാങ്ങേണ്ടി വന്നോളൊന്ന് വീണ്ടും ഇങ്ങനെ വരുള്ളൂ. നമ്മൾ ഇത് ഫോളോ ചെയ്ത കടം വാങ്ങേണ്ട അവസ്ഥ വരില്ല. കാരണം നമ്മൾ സെറ്റാണ് ഇതിൽ. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഈ പണത്തിൻ്റെ അളവല്ല നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാക്കണമെന്നാണ്, ഹൗ ടു മാനേജ് എന്നുള്ളതിലാണ്. എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക. അപ്പം മില്യനേഴ്സ് മൈൻഡ് സെറ്റ് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ്, അതിൽ പറയുന്ന ഇഫ് യു ആർ മാനേജിങ് ദ മണി പുവർലി യു വിൽ ബിക്കം പുവർ എന്നുള്ളതാണ്. നിങ്ങൾ പണത്തെ പുവറായിട്ട് മാനേജ് ചെയ്യും, നിങ്ങൾ ദരിദ്രനായി മാറും. നിങ്ങൾ അതിനെ റിച്ചായിട്ടാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റിച്ചായിട്ട് മാറുന്നത്. ഇതിനകത്ത് മുമ്പ് നമ്മൾ സംസാരിച്ച് വരുന്നതിന്റെ ഇടയ്ക്ക് ഗോൾഡിന്റെ കാര്യം ഇടയ്ക്കൊരു ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് വന്നിരുന്നു. അപ്പൊ ഈ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം എല്ലാ സ്ത്രീകളും കുറച്ച് കിട്ടുന്ന എമൗണ്ടിനകത്തൊന്ന് മാറ്റി വെച്ച് ഗോൾഡ് വാങ്ങിക്കുന്നു. അത് ഒരു വശത്ത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്ന അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അത് നല്ലതാണോ അങ്ങനെ പോകുന്നത്? പലർക്കും അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. ഇപ്പം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ പോലും അതിനെക്കുറിച്ച് 1000 സംശയങ്ങളാണ്. എന്താണ് ഈ ഡിജിറ്റൽ ഗോൾഡ്? അതിൽ നമ്മുടെ ഗോൾഡ് സേഫ് ആണ്, വെർച്വൽ ആയിട്ട് നമ്മൾ ഗോൾഡ് മേടിക്കുന്നു എന്ന് പറയുന്നു. ഇത് എന്ന് നമുക്ക് വിഡ്രോ ചെയ്യാം? അല്ലെങ്കിൽ അതിന്റെ അതൊരു ഏരിയ ഉള്ളൊരു ഒരുപാട് സംശയങ്ങളുള്ള ഒരു ഏരിയ ആണ് അത്. ഗോൾഡ് നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പം ഇന്നത്തെ കാലത്ത് 1 ഗ്രാമിൽ കുറയാണ്ട് ഫിസിക്കലി നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അതായത് $15,000 വരുന്ന വിത്ത് പണിക്കൂലി കൂടെ ചേർത്ത് വരുന്നതാണ് ഫിസിക്കലി നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അതിലും കുറവെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ക്യാരറ്റ് കുറവായിരിക്കും, ചെമ്പ് ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ്. അതിലും കുറവൊക്കെ ഉണ്ട്, 1/2 ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ട് ചില ഓർമ്മ കുഞ്ഞു കുട്ടികളുടെ മോതിരമൊക്കെ. അത് പണയം വെക്കാൻ പോലും എടുക്കില്ല. 2 കാരണങ്ങളാണ് അതിൽ. ഈ പറഞ്ഞ ഇമ്പ്യൂരിറ്റി കൂടുതലായിരിക്കും. അതെ. അപ്പോൾ അതിൽ കുറവ് വാങ്ങാൻ പറ്റില്ല. ഇപ്പം ഡിജിറ്റൽ ഗോൾഡിൽ പക്ഷെ അത് വാങ്ങാം. നിങ്ങൾക്ക് 1000 രൂപയ്ക്കും വാങ്ങാം, 5000 രൂപയ്ക്കും വാങ്ങാം. അവരെന്താണെന്ന് വെച്ചാൽ വലിയൊരു ഗോൾഡ് വാങ്ങി, ഇപ്പൊ സ്ഥലത്തിന്റെ ആധാരം ഉണ്ടല്ലോ, അതുപോലെ കണക്കാക്കിയാൽ മതി. സ്ഥലം നമ്മുടെ ഇപ്പോ കോട്ടയത്തായിരിക്കും, അത് ആധാരം നമ്മുടെ കയ്യിൽ വെക്കാമല്ലോ. ആ സ്ഥലത്തിന്റെ ഒരു പ്രാതിനിധ്യമാണ് ഈ ആധാരം എന്ന് പറയുന്നത്, ഡീഡ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യണു. ഗോൾഡ് മേടിച്ചാൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഒരു സേഫ്റ്റി സൈഡിലാണ് ഈ വെർച്വൽ ഗോൾഡ് എന്ന് പറയുന്നത്. അത് വിശ്വസിക്കാം, ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ്, ബാങ്കുകളൊക്കെ തന്നെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ETF എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഗൂഗിൾ പേയിലടക്കമുണ്ട് ഗോൾഡ് വാങ്ങാനായിട്ട്. പക്ഷെ അതില് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല എന്ന് മാത്രം. ഈ ഗോൾഡ് വാങ്ങുന്നത് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല ഇവിടുത്തെ സ്ത്രീകളെല്ലാം വാങ്ങുന്നത്. അവർക്കൊരു ഇമോഷണൽ കണക്റ്റാണ്. ഒരു മാലയോടും വളയോടൊക്കെ ഉള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല പണ്ട് മുതലേ. അതുകൊണ്ട് ഒരു ആഭരണമായിട്ട് അല്ലെങ്കിൽ ഒരു കോയിൻ മേടിച്ച് വയ്ക്കില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഹസ്ബൻഡ് ഒരു പവന്റെ ഒരു സ്വർണ്ണമാല വാങ്ങി തരുന്നതാണോ ഒരു പവന്റെ സ്വർണ്ണ ബാറ് വാങ്ങുന്നത് ഇഷ്ടം ഉണ്ടാവുക? അദ്ദേഹത്തിന് ലാഭം ബാറ് വാങ്ങുന്നതാണ്, കാരണം പണിക്കൂലി കൊടുക്കണ്ട. പക്ഷെ ഹാപ്പിനെസ് ഉണ്ടാക്കിയത് മാലയാണ്. ഇനി അതിലും വലിയ നഷ്ടക്കച്ചവടമാണ് ഡയമണ്ട്. പക്ഷെ സന്തോഷം കൂടുതലുണ്ടാവും. പക്ഷെ ഏറ്റവും ലോസ്, നമുക്ക് ഒരു ഉപകാരമില്ലാത്ത കേസാണ് ഡയമണ്ട്. ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജ്വല്ലറിക്കാർ തല്ലും, കാരണം എന്താ വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് എന്നില്ല, ആഭരണം എന്ന നിലയിൽ അത് വാങ്ങാം, ഡയമണ്ടും വാങ്ങാം, നിങ്ങൾക്ക് സ്റ്റോണുള്ള ഐറ്റമൊക്കെ വാങ്ങാം.
കാരണം എന്താ വെച്ചാൽ അത് ആ മൂല്യം നോക്കിയിട്ടല്ല. ഇപ്പൊ നമ്മളൊരു ബ്രാൻഡഡ് ഷർട്ട് 10,000 ഉണ്ട്, 20,000 ഉണ്ട്, 300 രൂപയുടെയും ഷർട്ട് ഉണ്ട്. അത് നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ബൈ സ്റ്റോൺസ്, ഡയമണ്ട്സ്, അങ്ങനത്തെ അതൊക്കെ വാങ്ങാം. പക്ഷേ ആസ് എ ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ ബെറ്റർ പ്യുവർ ഗോൾഡ് വിത്തൗട്ട് സ്റ്റോൺ. ഓക്കെ.